നമസ്കാരം. വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. സൗഭാഗ്യ എന്നോട് ചോദിച്ചു, ഞാൻ എന്തൊക്കെ സീരിയസ് ആയിട്ടിരിക്കുന്നത്, മുഖത്ത് ചിരി കണ്ടില്ല. എന്റെ ചിരി മാഞ്ഞു പോയത് എൻ്റെ അമ്മ ഇല്ലാഞ്ഞിട്ടാണ്. ഏത് പ്രായത്തിലും അമ്മ അത്യാവശ്യമാണ്. എനിക്ക് കുറച്ച് കൂടുതൽ ആവശ്യമാണ്. ഈ ഒരു ഡാൻസ് വേദിയിൽ അമ്മയില്ലാതെ ചിന്തിക്കാൻ തുടങ്ങി. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും എനിക്ക് ചിന്തിക്കാതെ പോയത്. പക്ഷേ ഏറ്റവും ധന്യമായ നിമിഷം 46 വർഷത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയതിനു ശേഷം ഒറ്റ സ്റ്റേജിൽ 21 പേര് ഒരുമിച്ച് അരങ്ങേറ്റം കുറിക്കുന്നത് സൗഭാഗ്യയുടെ ക്രെഡിറ്റാണ്. ഞാൻ ചെയ്തിട്ടില്ല. So, എൻ്റെ ജീവിതത്തില് സൗഭാഗ്യ ബ്ലോഗ് ഇട്ടു അമ്മൂമ്മയുടെ സ്വത്ത് എന്ന് പറഞ്ഞു. പലരും എന്നോട് ചോദിച്ചു, എൻ്റെ വിഹിതം എന്താണ്? എനിക്ക് നേരത്തെ അമ്മ തന്നു. എനിക്ക് തന്ന പൈതൃകമായിട്ട് എനിക്ക് കിട്ടിയ എൻ്റെ കലാരൂപം, വിലമതിക്കാൻ പറ്റാത്ത ആർട്ട് ഫോമാണ് എൻ്റെ അമ്മ എനിക്ക് സ്വത്തായിട്ട് തന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ബ്ലെസ്സിങ്സ് കൂടെ തന്നു. തലമുറകൾ അത് കൈമാറി ഒരുപാട് പേരിലെത്തിക്കാൻ അത് സാധിക്കട്ടെ. 46 വർഷവും ആനുവൽ ഡേ നടത്തുമ്പോൾ പല രീതിയിൽ നമുക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പൈസയുടെ പ്രശ്നമാണ്. ഒരു സ്റ്റേജിൽ കയറണമെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന ചിലവുകൾ പലപ്പോഴും ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ഡിമാൻഡും ഇല്ലാതെ കുട്ടികളെ പഠിപ്പിച്ച് യഥേഷ്ടം കളിക്കാൻ ഒരു വേദി ഉണ്ടാക്കാം. എനിക്ക് സാധിച്ചില്ല. ചെറിയ ചെറിയ പൈസയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതിലും എൻ്റെ മകൾ ഏറ്റവും മുകളിലാണ്. ഒരു ഡിമാൻഡും ഇല്ലാതെ വിലമതിക്കാനാവാത്ത കല വളരെ സ്നേഹത്തോടെ വാരിക്കോരി വിളമ്പിയ എൻ്റെ മകൾ. അത് ചെയ്യാൻ അവളെ പ്രാപ്തിയാക്കിയത് അവളുടെ ഭർത്താവ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അർജുന. അതൊരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. പാലും പഴവും പോലെ, പാലും തേനും പോലെ, ഈശ്വരനും പൂവും പോലെ, എനിക്ക് പത്മനാഭസ്വാമിയോടുള്ള ഭക്തി പോലെ അത്ര ശ്രേഷ്ഠമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ the one who dispels darkness. ഇരുട്ടിനെ ആര് മാറ്റുന്നു അത് ഗുരുവാകുന്നു. സൗഭാഗ്യ ഇന്ന് തെളിയിച്ച ഈ ദീപം ഈ കുട്ടികളുടെ ജീവിതത്തില് ഉടനീളം ഒരു വലിയ വെളിച്ചമായിട്ട്, ഒരു വലിയ ശക്തിയായിട്ട്, വലിയ പ്രേരണയായിട്ട്, വലിയൊരു നന്മയായിട്ട് എന്നും അവർക്ക് കൂട്ടായിട്ടിരിക്കണമെന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അമ്മയുടെ ഒരു വിഷനാണ് ഈ ഡാൻസ് സ്കൂള്. അമ്മ ശ്രീ മൂകാംബിക അക്കാദമിക്ക് പേരിട്ടു. അതിനുശേഷം എൻ്റെ ഭർത്താവ് അതിനെ ശിവാലയ ആക്കി, എൻ്റെ മരുമകൻ അതിനെ താരാ കല്യാൺ ഡാൻസ് അക്കാദമി ആക്കി. അപ്പോൾ എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. മൈ സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ടു എല്ലാ സ്റ്റുഡൻസും. വളരെ കഷ്ടപ്പെട്ട് ഒരു സ്ട്രെച്ചില് എത്ര അധ്വാനിച്ചാൽ ഒരൈക്യം കളിക്കാൻ പറ്റും. ഒരു ആയുഷ്കാലം പഠിച്ചാൽ തീരാത്ത കഥ ഈ കുട്ടികൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് അരങ്ങേറുന്നു. ഇവർക്ക് ഇങ്ങനൊരു വേദി ശരിയാക്കി കൊടുത്ത നിങ്ങളാണ് ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്നത്. പ്രത്യേകം അഭിനന്ദനങ്ങൾ. സർവേശ്വരന്റെ അനുഗ്രഹത്തോടെ ഇനിയും ഒരുപാട് കാലം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സൗഭാഗ്യയ്ക്കും അർജുനും സുധാപൂനും അനുകുട്ടിക്കും മനുവിനും
പിന്നെ ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സാധിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി, എന്റെ അസറ്റ് എന്ന് ഞാൻ എന്നും അഹങ്കരിച്ചിട്ടുള്ളത് ഫസ്റ്റ് സൗഭാഗ്യം, അൺഡൗട്ടഡ്ലി. ഇപ്പോ സുധാബു, അർജുൻ, അനുകുട്ടി, പിന്നെ എന്റെ സ്റ്റുഡൻസ്, ഞാൻ എന്നും പഠിപ്പിച്ചിട്ടുള്ള എന്റെ സ്റ്റുഡൻസ്, ഞാൻ അവസാനം വരെ എന്റെ അഭിമാനമായിട്ട്, എന്റെ സ്വത്തായിട്ട് കരുതുന്ന എന്റെ കുട്ടികൾ, സർവേശ്വരനോട് നന്ദി. രാധേകൃഷ്ണൻ. താങ്ക് യു സോ